നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഭഗവത്ഗീതയിലെ ധ്യാനയോഗമെന്ന 6-ാമത്തെ അധ്യായത്തിലെ പ്രഥമ ശ്ലോകമാകുന്നു നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ധ്യാനയോഗമെന്ന ഈ അധ്യായത്തിൽ യോഗാരൂഢൻ്റെ വർണ്ണനയും യോഗയുക്തൻ്റെ സർവാത്മൈക്യ ദർശനവും കർമ്മയോഗിയുടെ ശ്രേഷ്ഠത മുതലായവയാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർ നാദിചാക്രിയഃ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സഹ സന്യാസി ച യോഗി ച ന നിരഗ്നിഹി ന ച അക്രിയഃ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കർമ്മഫലം അനാശ്രിതഃ യഃ കാര്യം കർമ്മ കരോതി സഹ സന്യാസി ച യോഗി ച നിരഗ്നിഹി ന അക്രിയഃ ച ന. ഇനി സാരാംശം ശ്രദ്ധിക്കുക. ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം അർജുനനോട് പറഞ്ഞു: കർമ്മങ്ങളുടെ ഫലത്തെ ആഗ്രഹിക്കാതെ കർത്തവ്യമായ കർമ്മത്തെ യാതൊരുവനാണോ അനുഷ്ഠിക്കുന്നത് അയാൾ സന്യാസിയും യോഗിയുമാകുന്നു. അഗ്ന്യാധാനാദി കർമ്മങ്ങളും ദാനഹോമാദികളും ചെയ്യാത്തവൻ സന്യാസിയും യോഗിയുമാകുന്നില്ല എന്നാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.